മോദിയുടെ വാക്കായിരുന്നു 75 കഴിഞ്ഞവർ വിരമിക്കണം എന്നുള്ളത്. അങ്ങനെയാണല്ലോ അദ്വാനി അടക്കമുള്ളവർ വിരമിച്ചതും അവരെ മാറ്റി നിർത്തിയതും. അപ്പോൾ മോദിയുടെ കാര്യത്തിൽ അത് നടക്കുന്നില്ല എങ്കിൽ ആ വാക്ക് തെറ്റിക്കുകയാകുമല്ലോ. അപ്പോൾ ഈ ഗ്യാരണ്ടി എന്നൊക്കെ പറയുന്നത് എത്രത്തോളം വിശ്വസിക്കുമെന്നുള്ള ചോദ്യമാണ് ആദ്യം ഉയരുന്നത്. നരേന്ദ്രമോദിക്ക് 75 വയസ്സാവുക ഞാൻ മനസ്സിലാക്കിയെടുത്തോളം 2025 സെപ്റ്റംബറിലാണ്. ഒരു വർഷം കഴിഞ്ഞാൽ എന്ന് തന്നെയാണ് കേജ്രിവാളും പറഞ്ഞത്. അതെ, അടുത്ത വർഷം അത് അതെ, എനിക്ക് അതിനുള്ള അധികാരമില്ല ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയാൻ. എനിക്ക് അധികാരപ്പെടുത്തിയ കാര്യങ്ങൾ സംസാരിച്ചാൽ പോരെ. നമുക്ക് 2025 സെപ്റ്റംബറിൽ സംസാരിക്കാം. അതുവരെ കാത്തിരിക്കും. അന്ന് അദ്ദേഹം പ്രധാനമന്ത്രി സ്ഥാനത്ത് ഇരിക്കുന്ന സമയത്ത് എന്ത് ചെയ്യണമെന്ന് അന്ന് അദ്ദേഹം അതൊരു രാഷ്ട്രീയ ചോദ്യമല്ലേ ശ്രീ പത്മനാഭൻ? 5 വർഷത്തേക്കാണല്ലോ മോദിയുടെ ഗ്യാരണ്ടി. അപ്പോൾ ഒരു വർഷം കഴിഞ്ഞ് ആള് മാറുകയാണെങ്കിൽ അതെങ്ങനെയാണ് മോദി ഗ്യാരണ്ടി ആവുക എന്ന ചോദ്യം ഉയരുമ്പോൾ BJP പ്രതിനിധി മറുപടി പറയണ്ടേ? അതൊരു രാഷ്ട്രീയ ചോദ്യമല്ല. ഒന്നുമില്ലാത്തവന് പറയാൻ ഒന്നുമില്ലാത്തവന്റെ നൊണ്ടി ന്യായങ്ങളാണ്. അതൊന്നൊരു രാഷ്ട്രീയമല്ല. എന്നിട്ട് എന്താ ഒരു മണിക്കൂറിൽ അമിത്ഷാ മറുപടി പറഞ്ഞത്? ജനങ്ങൾ പുച്ഛിച്ച് തള്ളും. അമിത്ഷായോട് പത്രക്കാർ ചോദിച്ചു. ഇപ്പം നിങ്ങൾ എന്നോട് ചോദിക്കുന്നു, എനിക്ക് മറുപടി പറഞ്ഞല്ലേ പറ്റൂ. അമിത്ഷായ്ക്ക് അധികാരമുണ്ട് അതൊക്കെ പറയാൻ, എനിക്ക് അധികാരമില്ല. ഞാൻ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറഞ്ഞാൽ ഞാൻ ബുദ്ധിമുട്ടിലാവും. അതുകൊണ്ട് ഓരോരുത്തരും ഏൽപ്പിച്ച പണി എടുത്താൽ പോരെ. എന്നെ ഏൽപ്പിക്കാത്ത പണി ഞാൻ എടുക്കണ്ടല്ലോ. അമിത്ഷായോട് പത്രക്കാർ ചോദിച്ചു. അദ്ദേഹം പാർട്ടിയുടെ സീനിയർ നേതാവാണ്, അദ്ദേഹത്തിന് അതിൽ കമന്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. കമന്റിനോട് താങ്കൾക്ക് പ്രതികരിക്കാമല്ലോ. അമിത്ഷായുടെ പ്രതികരണം എന്നത് അടുത്ത 5 വർഷവും മോദിയായിരിക്കുമെന്നാണ്. അപ്പോഴെങ്ങനെയാണത് മോദിക്ക് മാത്രം 75 ബാധകമല്ലാതാവുക? അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് മോദിയുടെ വാക്ക് വിശ്വസിക്കുക? 75 കഴിഞ്ഞവർ അടുത്തും പറ്റണമെന്ന് മോദി തന്നെ പറയുന്നു. അതിനനുസരിച്ച് ബാക്കി എല്ലാ നേതാക്കളും അങ്ങനെ പോകുന്നു. എന്റെ കാര്യത്തിൽ അങ്ങനെയല്ല, ഞാൻ വ്യത്യസ്തനാണ് എന്നാണോ? അത് അമിത്ഷായോട് ചോദിക്കണം, എന്നോട് ചോദിക്കരുത്. അത് അമിത്ഷായോട് ചോദിക്കണം, അത്രേ ഉള്ളൂ. അത് അമിത്ഷായോട് ചോദിക്കണം. സംസ്ഥാന ഘടകത്തിന്റെ കാര്യങ്ങൾക്കുള്ള മറുപടികൾ മാത്രമേ ഉള്ളൂ താങ്കൾക്ക്. അങ്ങനെയെങ്കിൽ ചർച്ച ബുദ്ധിമുട്ടാവുമല്ലോ. അത്രേ ഉള്ളൂ. അല്ല, നമുക്ക് ദേശീയ രാഷ്ട്രീയം സംസാരിക്കാം. എന്തിനാ ഒരാളുടെ വയസ്സും പ്രായമൊക്കെ നോക്കുന്നത്? നമുക്ക് ദേശീയ രാഷ്ട്രീയം സംസാരിക്കാം. അതിനല്ല ഞാൻ ഇരിക്കുന്നത്. വയസ്സും പ്രായമൊക്കെ നിങ്ങൾ തന്നെ പറഞ്ഞതാണ്. നിങ്ങൾ തന്നെയാണ് അതിന് ഒരു കൃത്യമായ മാനദണ്ഡം തീരുമാനിച്ചത്. അതുകൊണ്ടാണ് ആ ചോദ്യം ഉയരുന്നത്. നിങ്ങൾ നിശ്ചയിച്ച മാനദണ്ഡത്തെക്കുറിച്ചാണ് ചോദ്യം. ആ ചോദ്യം ചോദിക്കരുതെന്ന് പറയുമ്പോൾ അതിൽ നിങ്ങൾക്ക് മറുപടിയില്ല എന്ന് വേണം വ്യാഖ്യാനിക്കാൻ. ശരി, താങ്കൾക്ക് പറയാൻ പറ്റുന്ന ചോദ്യത്തിലേക്ക് കിടക്കാം. ഇതിൽ താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. താങ്കൾക്ക് പറയാൻ പറ്റില്ല എന്ന് താങ്കൾ പറഞ്ഞു കഴിഞ്ഞു. ശരി, കർണാടകയിലേക്ക് വരാം. ശരി, നിങ്ങൾ ഈ പറയുന്ന 400 പാർ കടക്കണമെങ്കിൽ നിങ്ങൾക്ക് സ്വാഭാവികമായും തെക്ക് പിടിക്കണമല്ലോ. കർണാടകയിൽ നിങ്ങൾ കഴിഞ്ഞ തവണ 25-ൽ 24 നേടിയതാണ്. പക്ഷേ ഇത്തവണ കാര്യങ്ങൾ അത്ര എളുപ്പമല്ല എന്ന് നിങ്ങൾക്കറിയാം. JDSനെ കൂടെ കൂട്ടിയിരിക്കുന്നു. അപ്പോഴതാ പ്രജ്വൽ രേവണിയും ഉണ്ടാക്കിയ കുഴപ്പങ്ങൾ. മോദിയുടെ മുഖം തന്നെയായിരുന്നു പ്രചാരണത്തിന്. പ്രജ്വൽ രേവണ്ണയ്ക്ക് വേണ്ടി വരെ വോട്ട് പിടിക്കാൻ അദ്ദേഹം വന്നതാണ്. ഇപ്പോൾ പ്രജ്വൽ രേവണ്ണയ്ക്ക് എതിരെ അദ്ദേഹത്തിന് ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതിന് മുമ്പ് തന്നെ പറയേണ്ടിയും വന്നിരിക്കുന്നു. എങ്ങനെയാണ് കർണാടകയിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? 24 കഴിഞ്ഞ തവണ വാങ്ങിയെടുത്ത് ഇത്തവണ എത്ര കിട്ടുമെന്നാണ് നിങ്ങളുടെ പ്രതീക്ഷ? 2019 കർണാടകത്തിലെ അഭിപ്രായ വോട്ടെടുപ്പുകൾ എൻ്റെ കയ്യിലുണ്ട്. ഞാൻ വേണേൽ ഇട്ടുതരാം. ദേശീയ മാധ്യമങ്ങളും മറ്റും നടത്തിയ അഭിപ്രായ വോട്ടെടുപ്പ് ഫലങ്ങൾ. അന്ന് താങ്കൾക്ക് ഓർമ്മയുണ്ടാവും, കോൺഗ്രസും JDSും കൂടി സഖ്യമാണ്. അന്ന് അവരുടെ ജോയിൻ്റ് സർക്കാർ ഭരിക്കുകയാണ്. അവിടെ കുമാരസ്വാമി മുഖ്യമന്ത്രിയാണ്, കോൺഗ്രസ് മന്ത്രിമാരുണ്ട്. അന്ന് സഖ്യമായിട്ട് അവർ തെരഞ്ഞെടുപ്പിന് നേരിട്ടു. അന്ന് ഇവിടുത്തെ ദേശീയ മാധ്യമങ്ങൾ പറഞ്ഞത് ഏതാണ്ട് 16 സീറ്റ് JDS കോൺഗ്രസ് സഖ്യത്തിന് കിട്ടുമെന്നാണ്. പക്ഷേ വോട്ട് എണ്ണിയപ്പോൾ 1 സീറ്റ് JDSനും കിട്ടി, 1 സീറ്റ് കോൺഗ്രസിനും കിട്ടി. കർണാടക രാഷ്ട്രീയം 2 രീതിയിലാണ്. സംസ്ഥാനത്തിൽ അവർ വോട്ട് ചെയ്യുന്ന പാറ്റേണിലല്ല അവർ കേന്ദ്ര സർക്കാരിനെതിരെ, അതായത് ലോക്സഭയിൽ വോട്ട് ചെയ്യുക. പാറ്റേൺ വ്യത്യാസമുണ്ട്. ഈവൻ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ പോലും വ്യത്യാസം. ഇന്നും കർണാടകത്തിലെ ഗ്രാമപഞ്ചായത്തുകളിൽ BJPക്ക് വലിയൊരു മുന്നേറ്റം നടത്താൻ പലപ്പോഴും സാധിക്കാറില്ല. ലോക്സഭയിൽ 25 സീറ്റ് കിട്ടിയിട്ട് ശേഷം നടന്ന തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോലും BJPക്ക് വേണ്ടത്ര മുന്നേറ്റം നടത്താൻ പറ്റിയിട്ടില്ല. അവിടെ വോട്ടിംഗ് പാറ്റേൺ വ്യത്യാസമുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്നും BJP മുന്നിലാണ്. കർണാടകത്തിൽ ഇത്തവണയും കഴിഞ്ഞ തവണയുടെ ഫലം ആവർത്തിക്കും. അന്നത്തെ അഭിപ്രായ വോട്ടെടുപ്പുകാർ ഇന്ന് പറഞ്ഞത് എത്ര അറിയോ?
എല്ലാ ദേശീയ മാധ്യമങ്ങളും പറഞ്ഞത് 22-23 സീറ്റ് NDAക്ക് പറഞ്ഞിട്ടുണ്ട്. ഏതാണ്ട് എല്ലാവരും, ഇന്ത്യ ടുഡേ, ടൈംസ് നൗ, റിപ്പബ്ലിക്, പിന്നെ CNN, IBN, ആജ് തക്ക്, എല്ലാവരും പറഞ്ഞത് 22-23 സീറ്റ് BJPക്ക് കിട്ടുമെന്നാണ്. കഴിഞ്ഞ തവണ അവരൊക്കെ 12 സീറ്റാണ് പറഞ്ഞത്. ഇത്തവണ അവർ 22-23 സീറ്റാണ് പറയുന്നത്. ഞങ്ങളുടെ കാൽക്കുലേഷൻ ഞങ്ങൾ 24-25 സീറ്റ് ഇത്തവണയും പിടിക്കുമെന്നുള്ളതാണ്. അല്ല, ഈ പ്രജ്വൽ രേവണ്ണ വിഷയം ഒട്ടും പ്രതിഫലിക്കില്ല എന്നാണോ നിങ്ങൾ പറയുന്നത്? താങ്കൾ ഈ പറഞ്ഞതുപോലെയാണെങ്കിൽ നിയമസഭയിൽ പാറ്റേൺ വ്യത്യസ്തമാണെന്ന് പറയുമ്പോൾ കഴിഞ്ഞ തവണ നിങ്ങൾ തന്നെയായിരുന്നു അവിടെ ഭരിച്ചിരുന്നത്. ഇപ്പോൾ കോൺഗ്രസിന്റെ ആത്മവിശ്വാസം എന്നുള്ളത് ഇത്തവണ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ചില ഗ്യാരണ്ടികൾ മുന്നോട്ട് വെച്ചിരുന്നു. ആ ഗ്യാരണ്ടികൾ നടപ്പാക്കി അത് പറഞ്ഞ് വോട്ട് പിടിക്കുക എന്നുള്ളതാണ്. 2000 രൂപ സ്ത്രീകൾക്ക് സൗജന്യമായി നൽകുന്ന ഓരോ മാസവും 2000 രൂപ നൽകുന്ന അടക്കമുള്ള വാഗ്ദാനങ്ങൾ, ആ വാഗ്ദാനങ്ങൾ നടപ്പാക്കി കഴിഞ്ഞിരിക്കുന്നു. അത് പറഞ്ഞുകൊണ്ടാണ് വോട്ട് പിടിക്കുന്നത്. ഇപ്പുറത്താകട്ടെ സ്ത്രീകളെ അപമാനിച്ചിരിക്കുന്നു. നാരീശക്തി പറഞ്ഞു വന്ന BJP കൂട്ടുപിടിച്ച പാർട്ടിയിലെ സ്ഥാനാർത്ഥി തന്നെ നിങ്ങൾക്ക് നാണക്കേടായിരിക്കുന്നു. 1-2 കേസുകളല്ലല്ലോ, എത്ര സ്ത്രീകളെയാണ് അപമാനിച്ചത്, എത്ര സ്ത്രീകളെയാണ് തെരുവിലേക്ക് വലിച്ചഴിച്ചത്. അപ്പോൾ അത് തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കില്ല എന്ന് പറയുക എങ്ങനെയാണ് താങ്കൾ? ഞാൻ പറഞ്ഞില്ലേ, കർണാടകക്കാർക്കൊരു സ്വഭാവമുണ്ട്. അവർ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യുമ്പോൾ പ്രാദേശിക വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലല്ല. കാരണം കഴിഞ്ഞ തവണത്തെ വോട്ടിൻ്റെ കണക്കെടുത്താൽ 53-54% വോട്ടാണ് JDSനും കോൺഗ്രസിനും കൂടി കഴിഞ്ഞ, അതായത് 2018 നിയമസഭാ തെരഞ്ഞെടുപ്പ് പ്രകാരം കിട്ടിയത്. ഞങ്ങൾക്ക് 36-37% സ്ത്രീകൾ അപമാനിക്കപ്പെട്ടതും ബലാത്സംഗം ചെയ്യപ്പെട്ടതും പ്രാദേശിക വിഷയമാണോ ശ്രീ പത്മനാഭൻ? നിങ്ങൾ നാരീശക്തി ദേശീയ തലത്തിലല്ലേ പറയുന്നത്? അവിടെയാണ് സ്ത്രീകൾ അപമാനിക്കപ്പെട്ടത്. അത് പ്രതിഫലിക്കില്ല എന്ന് എങ്ങനെ താങ്കൾ പറയും? അതൊരു പ്രാദേശിക വിഷയമായി ചുരുക്കി കാണുന്നത് എങ്ങനെയാണ്? ഞാനിത് പറയുന്നത് എനിക്ക് കർണാടകത്തെ പറ്റി നല്ല ധാരണയുള്ളത് കൊണ്ടാണ്. മാസങ്ങളോളം കർണാടകയിൽ പോയി തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ് ഞാൻ. മാസങ്ങളോളം അവിടുത്തെ വെയിൽ കൊണ്ട് തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നടത്തിയ വ്യക്തിയാണ്. എനിക്ക് കർണാടകത്തെ പറ്റി നന്നായിട്ട് അറിയാം. കർണാടകയിൽ ഇത്തവണ ദേശീയ ജനാധിപത്യ സഖ്യത്തിന് കിട്ടും. പ്രജ്വൽ രേവണ്ണ സംഭവത്തിന് മുന്നേ ആണോ? നമ്മൾ തമ്മിൽ സീറ്റിൻ്റെ കാര്യത്തിൽ തർക്കിക്കണ്ട. 4-ാം തീയതി വൈകുന്നേരം ഞാൻ വരാം. പോരെ, പ്രശ്നം കഴിഞ്ഞില്ലേ? ഈ 2 ചാനലിൽ ഇരിക്കുന്ന 2 വക്താക്കളില്ലേ, അവരെ വിളിച്ചോളൂ, ഞാനും വരാം. അത്ര അതിൽ പറയാനുള്ളൂ. വെറുതെ എന്തിനാ സീറ്റിൻ്റെ എണ്ണത്തിൽ തർക്കിക്കുന്നത്? നമുക്ക് കാണാം, ജൂൺ 4-ാം തീയതി കാണാം. അപ്പോൾ 25-24 കഴിഞ്ഞ തവണ നേടി, ഇത്തവണ എത്രയാണെന്നാണ് പറയുന്നത് അവകാശവാദം? 4-ാം തീയതി എന്തായാലും എല്ലാവരെയും കാണണം. 24-25 സീറ്റ് ഇത്തവണയും കിട്ടും. 24-25 സീറ്റ് ഇത്തവണയും കിട്ടും. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.